സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്നറിയില്ല, മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. അടിപൊളി. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ യഥാർത്ഥ വാക്കെന്ന് പറഞ്ഞാൽ നിലമ്പൂർ നമ്മൾക്ക് താല്പര്യമില്ല എന്നാണ്. പറഞ്ഞതുപോലെ ചെയ്യാവൂ, കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയെന്തിന്? സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്ക്. താല്പര്യമില്ല. എന്താ ഇവിടെ ഉള്ള ഒരു അടിമകളും പട്ടികളുമാണോ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ഇവരുടെ മഹത്വമാണ് കേരളം കംപ്ലീറ്റ് അലയടിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ പോരാളികളായിരുന്നു BJP യെ വളർത്തിക്കൊണ്ടുവന്ന ജനസംഘിന്റെ നേതാക്കൾ ഇവിടെ നിന്നാണ് ഉണ്ടായത്. അതും ഉപയോഗിച്ചു. അതും അനാവശ്യ മത്സരം എന്നുള്ള വാക്കും, അനാവശ്യ മത്സരം എന്ന വാക്ക് അദ്ദേഹവും ഉപയോഗിച്ചു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയും അതുപോലെ ഉപയോഗിച്ചു. എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. സുരേഷ് ഗോപിക്ക് എന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി എന്താണെന്നറിയില്ല, മാധ്യമങ്ങളുടെ മേക്കിട്ട് തോണ്ടാനും മസിൽ പിടിച്ച് നടക്കാനും ഇതൊന്നുമല്ല പൊളിറ്റിക്സ്. ഹി ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. കുറച്ച് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തത് പാർലമെന്റിൽ സംസാരിച്ചാൽ അത് പൊളിറ്റിക്സ് ആവില്ല. ഈ കൊട്ടാരത്തിൽ ഞാൻ മാത്രം മതി, ബാക്കി എല്ലാരും പുറത്ത്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കഴിഞ്ഞ ഇലക്ഷനും പറഞ്ഞു, നിങ്ങൾ തൃശ്ശൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘ പാരമ്പര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സംഘം എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങ് തന്നോളൂ ദേവി. പക്ഷെ ഇവിടെ ഈ കുറെ ഓൺലൈൻ സംഖ്യകളും അതുപോലെ തന്നെ ഈ സനാതന ധർമ്മം എന്തെന്ന് അറിയാതെ പോകുന്നവരാണ് ഇവിടെ ഈ സംഘത്തിന്റെ മഹത്വം നശിപ്പിച്ചിരിക്കുന്നത്. BJPക്ക് ആണെങ്കിൽ പോലും ഗുരുജിയുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ആണോ? വിചാരധാര എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവര്? ഇതാകെ വശപ്പശായല്ല. സംഘത്തില് OTCയും എല്ലാം കഴിഞ്ഞവർ തന്നെയാണ്. ഞാനടക്കം സ്വയം സേവനാണ്. 8ാം ക്ലാസ് തൊട്ട് ഞാൻ സംഘത്തിൽ പോകുന്ന ആളാണ്. പക്ഷെ ആ സംഘമല്ല ഇന്നത്തെ സംഘം. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. BJPക്കെതിരെയാണോ നിങ്ങളുടെ? 100%. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. വേറെ ഒന്നും നമുക്ക് ഇതിൽ പറയാനില്ല. ഇപ്പം നേരത്തെ പറയണ്ടേ ഈ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ളത്, അതെന്താണ് അങ്ങനെ പറയുന്നത്? ഒരു മര്യാദ വേണ്ടേ? അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയില്ലെന്ന് അദ്ദേഹത്തിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ സാധനം എനിക്ക് പറയേണ്ടി വരും. സത്യം ഞാനങ്ങ് ഇറങ്ങും. ഈ കാക്കമധുവിനെ കുറിച്ച് ഈ നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. പക്ഷെ കാരണം അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, കുറെ ഈക്വൽ പാർട്ടിക്കാർ വന്നിട്ടുണ്ട്. ഈക്വൽ പാർട്ടിക്കാരെന്നാണ്, എല്ലാ പാർട്ടിക്കാരെയും ബഹുമാനിക്കണം. അദ്ദേഹം ആരായിങ്ങനെ ഈക്വൽ പാർട്ടി എന്നൊക്കെ പറയാൻ? അദ്ദേഹം അത്രയ്ക്ക് വളർന്ന വ്യക്തിയാണോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതാണോ ഒരു ജനനേതാവ്? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. നിങ്ങൾ എന്നെ ഇപ്പം ട്രിഗർ ചെയ്യരുത്. ഇപ്പം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് പോവാണ്. പിന്നീട് നമുക്ക് സംസാരിക്കാം. കുറച്ച് സാധനമുണ്ട്, ഞാൻ പിന്നീട് പറയാം. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ ദൈവമേ, എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ത് പറയാനാ. താങ്ക് യു. സ്വാമി ഭദ്രാനന്ദ്. പിന്നെ നിങ്ങളൊക്കെ ചിലപ്പോൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട്. തോക്കുസ്വാമി എന്നും വിളിക്കാറുണ്ട്. തോക്കുസ്വാമി, it's not a bad name. It's something, it's unique, right? How many Swamis are here in this country owning that kind of name? Nobody's there. So it's a privilege for me.